ഈ 3 ബിസ്ക്കറ്റുകളുടെ പാക്കറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇന്ന് കാലറിയെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ കാലറി കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല ഫുഡ് ചൂസ് ചെയ്യാൻ പറ്റും എന്നുകൂടെ പഠിപ്പിക്കാനാണ്. ഒന്ന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ജാം ബിസ്ക്കറ്റ്, രണ്ടാമത്തേത് നമ്മൾ നോർമലായി ചായയോടെ കഴിക്കുന്ന ബിസ്ക്കറ്റ്, മൂന്നാമത്തേത് ഹെൽത്തി ആണെന്ന് കരുതി നമ്മൾ കഴിക്കുന്ന ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്. നമ്മളൊരു സാധനം ചൂസ് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് അതിൻ്റെ ബാക്ക് സൈഡിലെ ന്യൂട്രീഷൻ ഫാക്ട്സ് ആണ്. പാക്കറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 100 ഗ്രാമിൻ്റെ വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത്. അതിൽ തന്നെ സെർവിങ് സൈസും കാണും. സെർവിങ് സൈസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു നേരം ഈ പറയുന്ന ഫുഡ് എത്രമാത്രം കഴിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു അളവാണ്. നിങ്ങൾക്ക് കാണാനുള്ള എളുപ്പത്തിൽ ഞാൻ ഈ 3 ബിസ്ക്കറ്റിന്റെ ന്യൂട്രീഷൻ ഫാക്ട്സ് ഞാൻ ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. ഒന്ന്, 100 ഗ്രാമിൽ എത്ര കാലറി വരുന്നുണ്ട്, എത്ര കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഷുഗർ ഉണ്ട്, പെർ സെർവിങ് എത്ര കാലറി വരുന്നുണ്ട്, ടോട്ടൽ സാച്ചുറേറ്റഡ് ഫാറ്റ് എത്ര ഉണ്ട്. ക്രീം ബിസ്ക്കറ്റിൽ 503 കാലറിയും വരുന്നുണ്ട്, 12.1 ഗ്രാം സാച്ചുറേറ്റഡ് ഫാറ്റ്, 86.4 ഗ്രാം ഷുഗർ. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റിൽ നോക്കുവാണെങ്കിൽ 475 കാലറിയേ വരുന്നുള്ളൂ. സെർവിങ് സൈസ് എന്ന് പറയുന്ന 3 ബിസ്ക്കറ്റ് ഉണ്ട്, 119 കാലറി വരുന്നുള്ളൂ. ഷുഗറിന്റെ ക്വാണ്ടിറ്റി നോക്കുവാണെങ്കിൽ 17 ഗ്രാം വരുന്നുണ്ട്. എന്നാൽ നോർമൽ ബിസ്ക്കറ്റിലേക്ക് പോവാണെങ്കിലോ 491 കാലറീസ് വരുന്നുണ്ട്. നോർമൽ ബിസ്ക്കറ്റും ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റിന്റെ കാലറിയും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. രണ്ടിലും സെയിം കാലറിയാണ്, രണ്ടിലും ഏകദേശം സെയിം ന്യൂട്രീഷൻ ഫാക്ടറുമാണ്. ഇനി ഇത് കഴിക്കാനേ പാടില്ല എന്ന് ചിലർ ചോദിക്കുക. ഇടയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിന്റെ സെർവിങ് സൈസ് നോക്കി മാത്രം കഴിക്കുക. പിന്നെ നോക്കുക, ന്യൂട്രീഷൻ കുറവുള്ള ഒരു ഫുഡാണ്, സോ വല്ലപ്പോഴും മാത്രം ആക്കുക. കാരണം 100 ഗ്രാം ബിസ്ക്കറ്റിൽ 36 ഗ്രാം വരെ ഷുഗർ ഉള്ള ബിസ്ക്കറ്റുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്.